ഗ്രീൻ ടീ ആസ്മ അലർജി പേഷ്യൻസ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രീൻ ടീ എന്തൊക്കെ ഗുണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണെന്ന്. ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ വെയിറ്റ് ലോസിനെ സഹായിക്കും, അതുപോലെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. അങ്ങനെ ഒത്തിരി പ്രോപ്പർട്ടീസ് ഗ്രീൻ ടീക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ടീക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അതിന് കൊടുക്കുന്ന ഒരു രാസപദാർത്ഥമാണ് ക്യൂർസെറ്റിൻ. ഈ ഗ്രീൻ ടീ നമ്മൾ തിളപ്പിക്കുമ്പോഴത്തേക്കും അതിനൊരു കളർ വരുന്നില്ലേ, അത് ഈ ക്യൂർസെറ്റിൻ കാരണമാണ്. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇതിന് നൽകുന്നത് ഈ ക്യൂർസെറ്റിൻ ആണ്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഈ ഗ്രീൻ ടീ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഇതേപോലെ തന്നെ ശരീരത്തിലുള്ള നീർക്കെട്ടിനെ കുറയ്ക്കാൻ സാധിക്കും. ആസ്മ അല്ലെങ്കിൽ അലർജി എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, നീർക്കെട്ട് കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ആസ്മ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസനാളങ്ങളിൽ അമിതമായിട്ട് നീർക്കെട്ടുണ്ടായിട്ട് അങ്ങനെ അമിതമായി കഫം ഉണ്ടായി ശ്വാസനാളങ്ങൾക്ക് ചുരുക്കം സംഭവിച്ച് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് അലർജിയിലും ഇതുപോലെ തന്നെ നമ്മുടെ നേസൽ മ്യൂക്കോസയ്ക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടായി ശക്തമായ കഫക്കെട്ടോടുകൂടി മൂക്കൊലിപ്പും അതുപോലെ തുമ്മലൊക്കെ വരുന്നൊരു കണ്ടീഷനാണ്. അപ്പം ഈ നീർക്കെട്ടുകളെ കുറയ്ക്കാൻ നമ്മൾ ഗ്രീൻ ടീ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഗ്രീൻ ടീക്ക് ആന്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടി ഉണ്ട്. ഹിസ്റ്റമിൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ ശരീരത്തിൽ DAO എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹിസ്റ്റമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് നമ്മുടെ ശരീരത്തിന് അലർജിയെ കൂട്ടുന്നതിന് കാരണമാകുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്. അത് അലർജി ഉള്ള പേഷ്യൻസിൽ റേസ്ഡ് ആയിരിക്കും ഈ ഹിസ്റ്റമിൻസ്. അപ്പം ഈ പല കാര്യങ്ങളും നമ്മൾ കഴിക്കുമ്പോഴേക്കും ഈ DAO വർക്കാവുന്നില്ല, കാരണം ഹിസ്റ്റമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റാതെ വരുന്നു. അതിനെതിരായും ഈ ഗ്രീൻ ടീ കുടിക്കുന്നത് കൊണ്ട് സഹായമാകും. ഗ്രീൻ ടീ എങ്ങനെ കഴിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കപ്പ് രാവിലെയും വൈകിട്ടായിട്ട് നമ്മൾ ടീ കുടിക്കുന്നതിന് പകരം അല്ലെങ്കിൽ നമ്മൾ കോഫി നിത്യേന നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് പകരമായി നമുക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പം പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഗ്രീൻ ടീ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ നാരങ്ങയും അതുപോലെ തന്നെ തേനൊക്കെ ചൂടോടുകൂടി ഒഴിക്കുന്നതായിട്ട്. തേൻ ഈ ചൂടിലേക്ക് തന്നെ ഒഴിക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് തേൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ ടീ ആറിയതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം നമ്മൾ തേൻ ചേർക്കുക. തേൻ ചൂടാക്കുന്നത് വിഷത്തിന് തുല്യമാണ്. അപ്പം നിങ്ങൾ ഗുണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് തീരും. അതുകൊണ്ട് ചുമ്മാ ഗ്രീൻ ടീ കുടിച്ചാലും അതിന് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.